എന്തൊരു കള്ളക്കടത്ത്? ഒന്നുമില്ല, ഒരു ഫ്രണ്ട് വന്നതാ. ഫ്രണ്ട് എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് 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 കുറച്ച് അച്ചാർ കൊണ്ടുവന്നമ്മ. മനസ്സിലായി. അച്ചാർ കുപ്പി താഴെ വീണ് പൊട്ടണ്ട, സൂക്ഷിച്ചു കൊണ്ടുപോയിക്കോ. അപ്പൊ ഇതാണല്ലേ പരിപാടി? കണ്ടല്ലേ? കണ്ടു. ആരോടും പറഞ്ഞാട്ടാ? ഹേ ഇല്ല. ശരിക്കും നിങ്ങൾ അമ്മാവനും മരുമോനും കൂടി എന്താ പരിപാടി? അടിച്ചു പൊളിക്കാൻ വന്നതാണോ? ഏയ്, അമ്മാവൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യനാ. അപ്പം മനു ഡീസൻ്റ് അല്ല അല്ലേ? ഏയ് അങ്ങനെയല്ല, ഞാനിങ്ങനെ ഇടയ്ക്ക് ചുറ്റികളെയും പരിപാടികളൊക്കെ ആയിട്ട്. ശരി, നടക്കട്ടെ. തട്ടുമ്പുറത്ത് ഗീതേ. കോപ്പ് ഇത് ഇടത്തേക്കാലായിരുന്നു വലത്തേക്കാലായിരുന്നു. ബാബാ, അവിടെ കണ്ട ബുക്ക്. ആരാ? ഗോപൻ? ഏത് ഗോപൻ? പണ്ട് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാ. താനൊക്കെ തീമ്പോക്കായിട്ട് ഹൊറർ പടം പോലെ. പേടിക്കണ്ടോ? ഞാനെന്തിനു പേടിക്കണം? താൻ ഏതാ? താനിപ്പോ കൂട്ടിയിട്ട് വീട്ടിൽ എങ്ങനെ നടന്നു? ഞങ്ങൾക്ക് അതൊക്കെ വളരെ ഈസി അല്ലേ. ഞങ്ങളാ? ഏത് ഞങ്ങള്? താൻ ടെൻഷൻ ആവല്ലേ, ഞാനൊരു ആത്മാവാണ്. അടിപൊളി. കണ്ടിട്ട് പൂര പറമ്പിൽ മാജിക് കാണിക്കാൻ വന്ന പോലെ ഉണ്ടല്ലോ. ഈ വേഷം കണ്ടിട്ടാണോ? അല്ലെ, മൊത്തത്തിൽ ആംബിയൻസ് കണ്ടിട്ട് പറഞ്ഞാണ്. ഈ വാതിലടി നിർത്താൻ പറ്റൂ? പഴയ വീടാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അല്ലടോ, തനിക്ക് എന്നെ കണ്ടിട്ട് പേടിയൊന്നും തോന്നണല്ലേ? ആകെ നാറിപ്പരിപ്പളകി നാണം കെട്ട് നിൽക്കണം. ഞാൻ തന്നെ കണ്ടിട്ട് എന്തിനാണ് പേടിക്കണേ? സാധാരണ ഈ ആത്മാക്കളെ കാണുമ്പോൾ മനുഷ്യന്മാർ പേടിച്ചോടാറുണ്ട്. താൻ ഭയങ്കര കൂളാണല്ലോ. ഈ ആത്മാവെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഡ്രാക്കുള വിഭാഗത്തിൽപ്പെട്ട ആളാണ്? അതൊക്കെ ഈ മനുഷ്യന്മാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഗതി കിട്ടാതെ ആത്മാക്കൾ, അതാണ് കറക്റ്റ്. ഞാൻ ഒരു ആത്മാവിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വിരോധമില്ലെങ്കിൽ ഒന്നങ്ങനെ നീങ്ങിക്കോ. അതിനെന്താ? അപ്പം നിങ്ങൾ ശരിക്കും പ്രേതാണല്ലേ? ഞാൻ ആരെയും ഒന്നും ചെയ്യാൻ വന്നതല്ലടോ. സാർ എങ്ങനെ മരിച്ചേ? തെങ്ങ് ചതിക്കില്ലെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷേ തേങ്ങ ചതിക്കും. തലയിൽ തേങ്ങ വീട് മരിച്ചതാ. എപ്പോ? അതൊക്കെ കുറേ കാലമായി. പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ കാര്യത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അതെൻ്റെയാണ്. ഏത്? ഈ പുസ്തകം? ഇതൊരു ഏട്ടങ്ങേറി പിടിച്ച സാധനമാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാണ്. അതിന് മാത്രം എന്തള്ളതിൽ? അത് ഞാൻ എഴുതിയ കഥയാണ് മിസ്റ്റർ. എനിക്കൊരു കോപ്പ് മനസ്സിലാവില്ല കേട്ടാ. ഈ പുസ്തകം എഴുതി തീർന്നതും ഞാൻ മരിച്ചതും ഒരുമിച്ചായിരുന്നു.
അല്ല എന്താ ഇപ്പോൾ ഇവിടെ വരാൻ കാരണം? ഒന്നുമില്ലടോ, എൻ്റെ ഈ ബുക്ക് ഇതുവരെ ആരും വായിച്ചിട്ടില്ല. അത് ആരെങ്കിലൊക്കെ ഒന്ന് വായിച്ച് കേട്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ചത്താൽ മതി. അതിന് നിങ്ങളൊരു വട്ടം ചത്തല്ലേ? ഞാനൊരു ഫ്ലോയ്ക്ക് പറഞ്ഞാണ് ബ്രോ. നീ ഇതൊന്ന് വായിച്ചിട്ട് ജെന്യുവനായിട്ടൊരു അഭിപ്രായം പറ. എന്തായാലും ഇത് അച്ചടിച്ച് വന്നിട്ട് കാണാനുള്ള യോഗമൊന്നും എനിക്കില്ല. അതെ, ഞാൻ ആകെ അവിടെ പ്രാന്ത് പിടിച്ചിരിക്കും. സത്യം പറഞ്ഞ് വായിക്കാനൊന്നും മൂടില്ല. നിങ്ങൾ പോയിട്ട് നാളെ പകൽ വാ, അപ്പം നോക്കാം. എൻ്റെ പൊന്നു ചങ്ങാതി, നീ ഒന്ന് മനസ്സിലാക്ക്. എനിക്കങ്ങനെ പകൽ വെളിച്ചത്തിലൊന്നും ഇറങ്ങി വരാൻ പറ്റൊന്നുമില്ല. അതെ, എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സംഗതി ഞാൻ വായിച്ചു തരാം. പക്ഷെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കഴിവ് തരാൻ പറ്റും. അല്ല, നിങ്ങളൊരു ആത്മാവാണല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ നാട്ടു നടപ്പ്. എന്താന്ന്? ലൈക്ക് എന്നെ ഒന്ന് അപ്രത്യക്ഷനാക്കിയിട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അതിപ്പോൾ എന്നെ പോലുള്ളവർക്കും ഹോളോമാനൊക്കെ ആ കഴിവുകൾ കിട്ടിയിട്ടുള്ളൂ. വേറെ ആർക്കും ഇത് കിട്ടിയിട്ടില്ല. അപ്രത്യക്ഷനാക്കാൻ പറ്റൊന്നുമില്ല, പക്ഷെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത് വെറൈറ്റി വല്ലതും ആണോ? ഈ പുസ്തകം നീ വായിച്ചു തുടങ്ങിയാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും, കഥ തീരുന്നത് വരെ. കൊള്ളാം. പക്ഷെ ഈ കഥ എങ്ങനെയാണ്? വല്ല അവാർഡ് പടം പോലെയാണോ? നേരിട്ട് കണ്ടറിയാലോ. നിങ്ങളീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാലും ചുമ്മാ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. തമ്പുരാൻ, ഇതും പെൺകുട്ടിയാ. അയ്യപ്പാ കൊണ്ടേ കളടാ നാശങ്ങളെ.